ബഹുമാനപ്പെട്ട ജനങ്ങളെ, ഈ കുട്ടികളുടെ തെമ്മാടിത്തരങ്ങൾ ഒന്ന് അവസാനിപ്പിക്കാഞ്ഞാൽ ഇത് നാട്ടിനും നാട്ടാർക്കും വീട്ടിനും വീട്ടുകാർക്കും അത് വലിയ നാശങ്ങളാണ്. എത്രയോ പാവങ്ങളായ കുട്ടികളെ തല്ലി ഒടിച്ച് അവിടെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി എത്ര മാപ്പ് പറഞ്ഞാലും കേൾക്കാത്ത ഒരനുഭവം ഇപ്പോൾ അടുത്തടുത്തായിക്കൊണ്ടിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ വലിയവരെയും ഒന്നും അറിയാത്ത ആൾക്കാരെ വെട്ടി നുറുക്കി അങ്ങനത്തെ അനുഭവങ്ങളും വന്നിരിക്കുകയാണ്. കാരണം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളാണ്. ആ സഹായം ഗവൺമെൻറ്റിൻ്റെ ഇല്ലെങ്കിൽ ഈ കുട്ടികൾ ഈ മറ്റുള്ളവരും ശരിക്ക് പാഠം പഠിക്കും. മറ്റുള്ള രാഷ്ട്രങ്ങളിലൊന്നും ഇങ്ങനെ ഒരു കഥയില്ല. മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഞാൻ സൗദി, അതുപോലെ തന്നെ ജോർഡാൻ, ഇസ്രായേൽ, ഈജിപ്ത്, സിറിയ എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിച്ചവനാണ്. അവിടുത്തെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയവനുമാണ്. അവിടെയൊക്കെ ഇങ്ങനത്തെ വേണ്ടാത്തത് ചെയ്താൽ അവർക്കുള്ള ശിക്ഷ അപ്പം തന്നെ നൽകും. എന്നാൽ ഈ കുട്ടികളെ വളർത്തലും കുട്ടികളെ പരിപാലിക്കലും കുട്ടികളെ സ്നേഹിക്കലും അത് രക്ഷകർത്താക്കളുടെ കടമയാണ്. ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ, അതായത് ഒരു 5ൽ പഠിക്കുന്ന കാലത്ത് ഒരു പദ്യം പഠിച്ച്, ചെറുപ്പകാലമുള്ള ക്ഷീരം മറക്കുമോ മനുഷ്യനുള്ള കാലം, കരാസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ കാലാന്തരെ കഴിപ്പ് ശമിപ്പതുണ്ടോ. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് പരിശീലിപ്പിക്കുന്നോ, ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരു കുട്ടി സാധാരണ ഒരു ക്രിമിനൽ സ്വഭാവമായിട്ട് 2, 3, 4 വയസ്സായ കുട്ടികൾ കടിച്ചിട്ടും മാന്തിയിട്ടും ചവിട്ടിയിട്ടും ഇങ്ങനെ ഇരിക്കും. അതിന് അച്ചടക്കമായി അമ്മമാർ പെരുമാറുകയാണെങ്കിൽ അവരെ ആ പ്രവണത സ്വന്തം അവരിൽ നിന്ന് പോകും. അവരെ സ്നേഹം കയ്യിൽ വെച്ച് കണ്ടിട്ട് അച്ചടക്കത്തിൽ പ്രയോഗിക്കാൻ ഈ അമ്മമാർക്ക് സാധിക്കുന്നില്ല. സ്നേഹമാണ് മുന്നിൽ കിടക്കുന്നത്. അത് എനിക്ക് സ്കൂൾ പഠിപ്പിച്ചെന്ന കാലത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് റിട്ടയർഡ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് 81 വയസ്സായി. റിട്ടയർഡ് ചെയ്തിട്ട് 26 കൊല്ലമായി. അന്ന് 1ാം തരത്തിൽ കൊടുന്ന് പല കുട്ടികളെയും ചേർക്കുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് പല സ്വഭാവക്കാരുമുണ്ട്. അതിലിങ്ങനെ ഭയങ്കരമായിട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടീനെ സാധാരണ അമ്മ സ്കൂളിൻ്റെ അടുത്ത് കൊണ്ടുവരും. കുട്ടി അമ്മനെ കടിച്ച് മാന്തി സാരിയൊക്കെ വലിച്ചു കീറി കുട്ടി കഴിച്ചിലാവും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, ഈ കുട്ടീനെ ഇങ്ങനെ കൊടുത്താൽ മറ്റുള്ള കുട്ടികൾക്കും ഈ സ്വഭാവം പഠിയും. ആയതുകൊണ്ട് ഒന്നുകിൽ കുട്ടീനെ എൻ്റെ കയ്യിൽ തരാൻ പറയണം, അല്ലെങ്കിൽ ഇനി അവർ ആ കുട്ടീനെ സ്കൂൾക്ക് കൊണ്ടുവരണ്ട. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ തീരുമാനിച്ചാൽ. അങ്ങനെ തള്ള വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ കുട്ടീനെ എൻ്റെ അടുത്ത് കൈക്ക് തരണം, എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കുട്ടീനായിട്ട് പോകണം, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പോൾ തള്ള പറഞ്ഞ്, എന്നാൽ കുട്ടീനെ അടിച്ചൊന്നും ചെയ്യരുത്. അപ്പോൾ തള്ളൻ്റെ കയ്യുമ്മൊക്കെ അടിച്ചിട്ട് ചോരെടുത്തിക്കണ്. അങ്ങനത്തെ കുട്ടീൻ്റെ സ്നേഹത്തോടു കൂടെ തള്ള പറയാണ്, പിന്നെ കുട്ടീനെ അടിച്ചൊന്നും ചെയ്യരുത്. അപ്പം തന്നെ കുട്ടി പറയുന്നത് എന്താ, ഈ എന്നെ പിടിച്ചാൽ എന്നെ ഞാൻ കടിക്കും, കടിച്ചു എന്നാണ് പറഞ്ഞത്, കടിക്കുന്നല്ല. അത്രയേ ഉള്ളൂ. ഇതൊരു 10, 30, 35 കൊല്ലം മുമ്പാണ് ഈ അനുഭവം. അങ്ങനെ ഞാൻ പറഞ്ഞ്, കുട്ടി എജിനെ കടിച്ചാൽ ഞാൻ എന്നെ അടിച്ചു. അപ്പോൾ കുട്ടി അതിനൊന്നും ഒരു മറുപടിയില്ല. കുട്ടി അതോടുകൂടെ, ഞാൻ പിടിച്ചതോടുകൂടെ കുട്ടി എൻ്റെ വലത്തെ കൈയിൻ്റെ മുകളിൽ എല്ലോട് കൂട്ടി കരകരാച്ചിട്ട് കടിച്ച്. തള്ളനോട് ഞാൻ പറഞ്ഞു, ഇതേ രൂപത്തിൽ ഞാൻ കുട്ടീനെ
ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം അപ്പോഴും തള്ള പറയുന്നത് എന്താ, അടിച്ചരുതിട്ടാ, അള്ളൻ്റെ സ്നേഹം കണ്ട അടിച്ചരുത്. ഞാൻ പറഞ്ഞു ഇന്നെ കടി വിടണമെങ്കിൽ അടിച്ചേണ്ടി വരും, ഞാൻ കുട്ടി കടി വിടണ്ടേ. അങ്ങനെ ഞാൻ അകത്തേക്ക് കൊടുന്ന് കുട്ടീനെ ചന്തിക്ക് ഒരു ചെറിയ ചുള്ളലെടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് ഒരടി അടിച്ച് കുട്ടി വിട്ട്. ആ കുട്ടി പിന്നെ യാതൊരു അക്രമ സ്വഭാവങ്ങളുമില്ല, നല്ല കുട്ടിയായി വളർന്ന് ഇന്നും അവൻ പഠിച്ച് വളരെ ഉയരത്തിൽ പഠിച്ച് ഇന്നും അവൻ ഗൾഫിൽ അഡ്മ കമ്പനിയിലാണ്. അങ്ങനെ ഓൻ ആ ചെറുപ്പകാലത്ത് ആലോചിച്ച് കൊണ്ടിട്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഓനും ഓൻ്റെ ഭാര്യയും ഓൻ്റെ രണ്ട് കുട്ടികളും കൂടി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇന്നങ്ങൾക്ക് അറിയോ, ഞാൻ നിങ്ങളെ കയ്യുമ്മ കടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പൊരുത്തപ്പെട്ടാളി. അത്രയും കാലം മുമ്പുള്ള അതുകൊണ്ടിട്ട് ആ നിങ്ങളെടുത്ത് നിന്ന് അടി കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ വളരെ നന്നായി എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ കുട്ടികളെ നിയന്ത്രിച്ചു കൊണ്ടിട്ട് എത്തിപ്പിക്കൽ നമ്മളെ കടമയാണ്. അത് ഗവൺമെൻറ് അതല്ല നന്നാക്കല. ഈ താഴോട്ട് അതായത് നാശത്തിലേക്ക് പോകുന്ന ഒരു സാധനത്തിൻ്റെ പകുതിയിൽ വെച്ച് നന്നാക്കാൻ സാധിക്കില്ല, അത് പകുതിയിൽ വെച്ചിട്ട് പിടിക്കണം. ഇപ്പോൾ കിണറ്റിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ആളെ പകുതിയൊക്കെ വെച്ചിട്ട് അവൻ മേപ്പിട്ട് നോക്കൂല, അവൻ താഴത്തെത്തിൻ്റെ ശേഷമേ പിന്നെ മേപ്പിട്ട് നോക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കൽ നമുക്ക് കടമയാണ്. അതൊക്കെ നമ്മളെ ഇറച്ചിമ തുള്ളുമ്പോഴേ നമുക്കറിയുള്ളൂ. നമ്മളെ കുട്ടികളെയാണ് ഒരു കുട്ടികൾ കൂടിയിട്ട് തല്ലി ചതച്ചാൽ നമ്മളെ മനസ്സിൽ എന്തുണ്ടാവും? അത് ഉസുരും പുളിയുള്ള ഉമ്മവാപ്പന്മാരെയാണ് കുട്ടികളെയാണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഏതായാലും ജയിലല്ലേ, എനിക്കും ജയിലും കൂടി ഒന്നും കൂടിയും കാണാം എന്ന് കരുതി അവരെ തെരഞ്ഞു പിടിച്ച് വേണ്ടത് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളത്തെ പുറത്ത് പിന്നെ നിയമപാലകരും. അപ്പോൾ അതുകൊണ്ടിട്ട് രക്ഷിതാക്കളും നിയമപാലകരും അത് വളരെ ശ്രദ്ധിച്ചിട്ട് അതേ രൂപത്തിൽ അവരെ നന്നാക്കി തീർക്കാൻ വേണ്ടി നോക്കണം. നന്നായി തീർന്നാലേ നമ്മൾക്കും നമ്മളെ നാട്ടുകാർക്കും നമ്മളെ വീട്ടുകാർക്കും നമ്മൾ രക്ഷിതാക്കൾക്കും നാട്ടിനും വീട്ടിനും നാട്ടാർക്കും കൂട്ടുകാർക്കും ഉപകാരം ഉണ്ടാവുകയുള്ളൂ. പഠിച്ചവൻ ഹൈറിൽ ആക്കി തീർക്കട്ടെ.